ശരിയായിരിക്കുള്ളൂ. അല്ലോ തുമ്മാറി ഇപ്പൊ പറയോട്ടാ വേണേ കേട്ടോട്ടാ. ഫോൺ എടുക്കുമ്പോ തന്നെ മോനെ സന്തോഷോർത്ത് ഹലോ മോനെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പ്രാങ്ക് വീഡിയോ ഉണ്ടാണ്. അപ്പൊ ഇന്ന് എല്ലാവരും പ്രാങ്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ EMI ഉണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട ഏപ്രിൽ 1-ാം തീയതി കണ്ട. അപ്പൊ നമ്മുടെ സ്വന്തക്കാരെയും അയൽവക്കക്കാരെല്ലാവരെയും നമ്മൾ വിളിച്ച് പ്രാങ്ക് ചെയ്തിരുന്നുണ്ട്. അപ്പൊ ഇനി മെയിനായിട്ട് ഇന്ന് എല്ലാവരും പറ്റിയത് നമ്മുടെ EMI ഉണ്ട്. ചിരിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എൻ്റെ വീഡിയോയിലോട്ട് അടക്കണതിന് മുമ്പ് എൻ്റെ ചാനലിന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അത് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം കേട്ടോ. ഇപ്പോൾ വിളിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം താമസിച്ചിരുന്ന അടുത്ത വീട്ടിലെ ചേച്ചിനേട്ടാ. നെക്സ്റ്റ് ചേച്ചി അഫ്സലിനും മാനേട്ടാ. എടുക്കോ നോക്കട്ടെ, എടുക്കുന്നുണ്ടെങ്കിൽ ശരിയായിരിക്കുള്ളൂ. അല്ലോ തുമ്മാറി ഇപ്പോൾ പറയോട്ടാ വേണേ കേട്ടോട്ടാ. ഹലോ നെസിയാണാ? ആ ഉറങ്ങായിരുന്നാ? ഗീത സന്തോഷോർത്ത് പറയാൻ വിളിച്ചാണ്. ലോട്ടറി അടിച്ച് 10 ലക്ഷം. പറ്റിച്ചതാണ്. ഞാൻ പറ്റിക്കട്ടേട്ടാ. ശരി ഗീതാഞ്ജലിനെ വിളിക്കാൻ പോണു. വിളിക്കട്ടെ, സൗണ്ടൊക്കെ കൂട്ടിയിടാം. ഹലോ, ഒരു സന്തോഷ വാർത്തയുണ്ട് പറയാൻ. ലോട്ടറി അടിച്ചു. 10 ലക്ഷം. പ്രാർത്ഥന പഠിച്ച് സത്യോട് പിന്നെ വേറെന്താണ് വിശേഷം? സന്തോഷിച്ച് ഇതെപ്പോഴും പ്രാർത്ഥിക്കുമല്ലോ. അതാണ് ഞാൻ താമസിക്കട്ടെ. ആന്റി ഓരോരുത്തരെ പറ്റിച്ചോണ്ടിരിക്കുന്നു. ആന്റി സിന്ധോമനാണ് കേട്ടോ വിളിക്കണത്. സിന്ധോമ ഫോൺ എടുക്കുമെന്ന് 9 മണിയായി, ചിലപ്പോ പണിക്ക് പോയി കാണും. ഹലോ പോയാ? സന്തോഷ വാർത്തയുണ്ട് പറയാൻ ഓർത്ത് വിളിച്ചാല്. ലോട്ടറി അടിച്ച് 5. ആ ഇല്ല.
ലോൺ എടുക്കണ്ട. അവനിവിടെ ഉണ്ട്. ഗീതാനിനോട് പറഞ്ഞു. രണ്ടാമത് അച്ഛനിവിടെ ഉണ്ട്. ചേട്ടനോട് ചൊറയണ്ട, ഞാൻ പറ്റിച്ച്. ഇനി അടുത്ത ആളുടെ എന്താണെന്ന് നോക്കട്ടെ കേട്ടാ. ശരിയല്ല, ഇനി നമുക്ക് അച്ഛൻ ചേച്ചിനെ വിളിക്കണ്ട. ഇങ്ങനെയാണ് രാവിലെ ഓരോരുത്തരെ പറ്റിക്കണം. അപ്പൊ അടുത്തത് നമ്മ അച്ഛൻ ചേച്ചിനായിട്ടാ വിളിക്കുന്നത്. അതോടെ ഒരുങ്ങിയിരിക്കണ്ട. ഞാൻ ഫാനിട്ട് എടുക്കും പനിക്കുക. അച്ഛൻ ചേച്ചി രക്ഷപ്പെട്ടോ. അച്ഛൻ ചേച്ചി കോളില്ല. ഹലോ, അമ്മ പോയാ? കിടക്കനാ, ഉറങ്ങനാ? ഈ നമുക്ക് ലോട്ടറി അടിച്ച് 10 ലക്ഷം രൂപ. ഇന്നലെ ആദ്യം പറ്റി. ശരിയല്ല, ഇനി നമുക്ക് നമ്മുടെ ആന്റിനെ പറ്റിക്കാം. അമ്മ പറഞ്ഞാൽ മതി. അമ്മ പറഞ്ഞാലേ വിശ്വസിക്കുള്ളൂ. ഞാൻ പറഞ്ഞതിനെ കള്ളൊന്നായിരിക്കും. തിരിച്ചിട്ടുണ്ടാവൂല അമ്പലത്തിലായി. ഹലോ, വീട്ടിലാണാ? അമ്മ എന്തിയേ? അമ്മത്തോട്ട്. ഹലോ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ലോട്ടറി അടിച്ച് 10 ലക്ഷം. ഇന്നലത്തേല് ഐശ്വര്യമുള്ള വീടാണ്. അവർ പറഞ്ഞല്ലേ, അതാണ് അവരോട് പറയാനുണ്ട്. 10 ലക്ഷം. അതൊക്കെ ചെയ്യാം. എന്താണ് പറയും? എല്ലാവരോടും പറഞ്ഞോണ്ടിരിക്കയാണ് ഞാൻ. അയ്യോ, വീഡിയോ ഉണ്ടാ? വീഡിയോണ്. ശരിയല്ല, രാവിലെ തന്നെ ഈ അമ്മ ചിരിച്ചിരിച്ചേട്ട. അയ്യോ, ഞാൻ താഴ്ന്നു വിളിക്കാം. ഫോൺ എടുക്കുമ്പോ തന്നെ മോനെ സന്തോഷമായിട്ട് അച്ഛനും. ഹലോ, മോനെ ഒരു സന്തോഷ വാർത്തയുണ്ട്. അച്ഛനും വിളിച്ചിട്ട് കിട്ടിയില്ല. ലോട്ടറി അടിച്ച് 10 ലക്ഷം. ഉണ്ണിക്കുട്ടനി
ഓ പിന്നെ ഓളറിയോ ഞാൻ ആ ആ ശരി എന്നാ ഹലോ ഹലോ കൂളാണ് ഹലോ ഇനി വിളിക്കണത് നമ്മൾ സെക്കൻഡാണ്. രക്ഷപ്പെട്ട് സെക്കൻഡ് രക്ഷപ്പെട്ട് കിട്ടണില്ല. ചേച്ചി വിളിക്കും. ചേച്ചിക്ക് കൊടുക്കാൻ പറയണോട്ടാ, ചിലപ്പോ പാറു ചേച്ചിക്ക് മനസ്സിലാവട്ടാ. അടുക്കളയിലൊക്കെ ഇങ്ങനെയല്ലേ നമുക്ക് പറ്റുള്ളൂ എപ്പോഴും. ഹലോ ഒരു സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ചത്. ലോട്ടറി അടിച്ചിട്ടാ 10 ലക്ഷം. അമ്മേന്റെ രാവിലെ പണിക്ക് പോയി. എല്ലാരോടൊന്നും പറയുന്നത് വേണ്ട. ആരിക്കാ അടിച്ചത്? ഉണ്ണിക്കുട്ടന്. ഈ വീടിനെ അടിക്കുകയല്ലേ മേടിക്കണം. പറ്റിച്ചേ പറ്റിച്ചേ. ചേച്ചിനോട് പറയണ്ടായിരുന്നു, പറഞ്ഞേക്കണം. അതെ രേവൻ ചേച്ചിനോട് പറയണതിന് മുമ്പ് പറഞ്ഞു പോയി. രാവിലെ ഞാൻ ചോറ് കുട്ടികളോടത്തന്നെ ആർക്കാ അടിച്ചെന്ന് ചോദിക്കുന്നേട്ടോട് ഓടി നല്ലൊരു ഞാൻ എങ്ങനെ അവിടെ എത്തിയതോട് ഞാൻ ഓടി അല്ല ഈ പെണ്ണ് അപ്പുറത്തിരിക്കണേണ്. ആ പെണ്ണ് കാലില്ലേ. അപ്പൊ ആർക്കാ അടിച്ചെന്ന് ചോദിച്ചോടെ ചോറുങ്കല അടിച്ചിട്ട ചോറ് കൊട്ടയിലോട്ടിട്ട് ഓടി ഞാനവിടെ മനസ്സിലായിട്ട് എന്തോ ഓടി ചോറുങ്കല കൂടെ അടിച്ചില്ല. ഞാൻ ഓടി എന്താ എന്ന് ചോദിച്ചു ആർക്കാ അടിച്ചെന്ന് വെച്ചു. എനിക്ക് അതിൽ ഓർഡർ ഇടാനും അടുത്താളെ വിളിക്കട്ടെട്ടാ. കോൾ എടുത്തവർക്കൊക്കെ കിട്ടി. ഹലോ ഞാനാണ് ഷർഫി. ഗീത ചേച്ചിയാണ്. ഒരു സന്തോഷ വാർത്ത ഉണ്ട്, പറയാന്നോർത്ത് വിളിച്ചാണ്. ലോട്ടറി അടിച്ചട്ടാ. 10 ലക്ഷം. കളിയാക്കണല്ല, സത്യമാണ്. ഏപ്രിൽ പൂളാണെന്ന് പറ്റിച്ച്. ഉറക്കെടുക്കായിരുന്നല്ലേ. എനിക്കില്ലേ ഒരു സന്തോഷ വാർത്ത പറയാൻ വിളിച്ചതാണ്. ലോട്ടറി അടിച്ചടി. 10 ലക്ഷം. ദൈവമേ നന്നായി വരുന്നു. സത്യം പറഞ്ഞ ഞാൻ എന്തോ സന്തോഷിച്ചതറിയാമോ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്റെ സ്ക്രീനിൽ ഇതിന് മുമ്പിട്ട വീഡിയോന്റെ കാര്യങ്ങളും ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കട്ടോ, ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കാം. പിന്നെ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ രാഹുൽ VR എന്നാണ്. അപ്പൊ അതൊന്ന് കയറി ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരും എല്ലാവർക്കും ഗുഡ് ബൈ. ബൈ.